കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കിൽ കവിഞ്ഞ് വലിയ തുക ചിലവഴിച്ചതായി ഒരു വെളിപ്പെടുത്തൽ ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ പി സി ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് തികഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവർത്തിച്ച ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന, ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. നമ്മളെല്ലാം കേട്ട പ്രകാരം അദ്ദേഹം വെളിപ്പെടുത്തിയത് 4.5 കോടിയിലധികം രൂപ ചിലവഴിച്ചു എന്നാണ്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് നൽകിയിരിക്കുന്ന കണക്ക്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ കണക്ക് നൽകണം. ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം 28,68,060 രൂപ ചിലവഴിച്ചതായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം നൽകിയ കണക്ക് ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഏതാണ്ട് 15 മടങ്ങ് അധികം തുക ചെലവഴിച്ചതായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പിന്നീട് അത് നിഷേധിച്ചത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉള്ള സമ്മർദ്ദത്തെ തുടർന്നും ഒക്കെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അരുവിത്തറ ബൂത്ത് 17-ാം ബൂത്തിൽ വീട് കയറി പണം വിതരണം ചെയ്ത അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റിനെയും സംഘത്തെയും നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചൊരു സംഭവം ഉണ്ടായി. അന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് എല്ലാ പ്രകാരത്തിലും വെളിപ്പെട്ട ഒരു കാര്യമാണ്. അരുവിത്തറ പോലീസ് അതിന്, ഈരാറ്റുപേട്ട പോലീസ് അതിന് കേസും എടുത്തിട്ടുണ്ട്. ആ നിലയിൽ തന്നെ നിയോജകമണ്ഡലത്തിൽ വ്യാപകമായ ആ നിലയിൽ പണം കൊടുത്തോട്ട് വാങ്ങുക, എല്ലാ പ്രകാരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് അഴിമതി, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും എല്ലാം നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ എനിക്കെതിരെ അദ്ദേഹം വ്യക്തിപരമായി ചില അധിക്ഷേപങ്ങൾ നടത്തുകയുണ്ടായി. ആ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ സംബന്ധിച്ചും സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കാനും, അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള ഈ വിഷലിപ്തമായ പ്രചാരങ്ങൾ സംബന്ധിച്ചും പരാതി നൽകുന്നതിനും നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം ആരെ വേണമെങ്കിലും ആക്ഷേപിക്കുന്നൊരു നിലയാണ് സ്വീകരിച്ചു പോരുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മജിയെ വരെ അദ്ദേഹം അധിക്ഷേപിച്ചൊരു സംഭവം ഉണ്ടായി. മുൻ മുഖ്യമന്ത്രിമാരൊക്കെ അടക്കം എല്ലാവരെയും അധിക്ഷേപിക്കുന്ന ഒരു നില. അതുപോലെ സ്വന്തം നിലയിൽ തന്നെ അദ്ദേഹം ഈ തരത്തിലുള്ള അധിക്ഷേപ വ്യക്തിഹത്യാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവസാനിപ്പിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തന്നെ മുന്നോട്ട് വരേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അഴിമതി സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ ഫണ്ടിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് ഇതെവിടെയൊക്കെ എപ്രകാരം ചിലവഴിക്കപ്പെട്ടു, അത് തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിലൊക്കെ തെറ്റായി സ്വാധീനിക്കാനാണ് ശ്രമിച്ചത്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഫണ്ട് ആരൊക്കെയോ മുക്കിയെന്ന് പറയുന്നുണ്ട്, ആ സംഭവമൊക്കെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണം. അതുപോലെ എനിക്കെതിരെയൊക്കെ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപത്തിൽ നിയമമനുശാസിക്കുന്ന പ്രകാരത്തിലുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. യെസ്, പോലീസ് അന്വേഷണം ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കേണ്ടത് കോടതിയിൽ. യെസ്, തീർച്ചയായിട്ടും. ഒന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹമാണ്, അല്ല ആരോപണമൊന്നും ഉന്നയിച്ചില്ല, ജില്ലാ പഞ്ചായത്ത് എന്നെ പ്രസിഡന്റാക്കി, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം ആരോപണമൊന്നും ഉന്നയിച്ചില്ല. അദ്ദേഹം വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ചില പരാമർശങ്ങളാണ് നടത്തിയത്. ഒന്ന് ചില പിതൃശൂന്യ പരാമർശനങ്ങളാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ അപ്പനാരാണെന്ന് നിശ്ചയമില്ലാത്ത സ്ഥിതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം SLC ബുക്ക് പ്രകാരം അദ്ദേഹത്തിൻ്റെ പിതാവ് പ്ലാത്തോട്ടത്തിൽ ചാക്കോയാണെന്നാണ് SLC ബുക്കിലെ രേഖ.
പക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ അപ്പനെന്നാണ്. കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം ബിഷപ്പ് ഫ്രാങ്കോ ജയിലിൽ കിടന്നപ്പോൾ സന്ദർശിക്കാൻ പോയി. ആ സന്ദർശിക്കാൻ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനെ കാണാനാണ് ജയിലിൽ പോയത്, എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ ആരാണെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ലാത്തൊരു സ്ഥിതി ഉണ്ട്. ആദ്യം അദ്ദേഹം തീരുമാനിക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവരുടെ അപ്പനെ വിളിക്കുന്ന നിലപാടുമായിട്ട് ഇറങ്ങട്ടെ എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അദ്ദേഹമാണ് എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായത് 2005 മുതൽ 2010 വരെയുള്ള തദ്ദേശ സ്ഥാപന കാലയളവിലാണ്. ആ കാലയളവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധി, അന്ന് കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്, PC ജോർജ് ഇല്ല, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതും ജയിച്ചതും പ്രസിഡൻ്റായതും. പ്രസിഡന്റ് പദവി ഒഴിയുമ്പോഴും കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്. അന്ന് PC ജോർജ് ജനപക്ഷം എന്നുള്ള സ്വന്തം പാർട്ടിയുമായി പൂഞ്ഞാറിൽ MLA ആയി പ്രവർത്തിക്കുക. അന്ന് കേരള കോൺഗ്രസ് എം UDF-ലാണ്. അന്ന് PC ജോർജ് UDF-ലില്ല. ഞാൻ UDF-ലുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നെ ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലോ ജയിപ്പിക്കുന്നതിലോ പ്രസിഡന്റ് ആക്കുന്നതിലോ ഒന്നും ഒരു പങ്കും അദ്ദേഹം വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ കാലത്തൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കും മുന്നണിക്കും എതിരായ രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് അദ്ദേഹം ഇരുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കല്ലുവച്ച നുണകൾ പ്രചരിപ്പിക്കുക. അപ്പം ഇതേക്കുറിച്ചൊന്നും ഒരുപക്ഷെ വിശദമായി പരിശോധിക്കാത്തവർ ശരിയാണെന്ന് ധരിച്ചോട്ടെ എന്ന് കരുതിയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം പരാമർശനങ്ങളുമായി അദ്ദേഹം തന്നെ സ്വയം അപഹാസ്യനാവുകയുള്ളൂ ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ.